ഹായ്, എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നിപ്പോൾ ഇൻട്രോ എടുക്കാനായിട്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറ്റിയില്ല കേട്ടോ. അതിനൊരു കാരണമുണ്ട്. രണ്ടുപേര് ആദ്യം വീഡിയോയുടെ തുടക്കത്തിലായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരാ എന്താണെന്ന് കൊണ്ട് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം അല്ലേ. നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയണ്ടോ? എന്താണിത്? സോയാ സോസ്. കുറച്ചേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. അസലായി പാവോളെ, എന്ത് ഇഷ്ടമെന്നറിയോ എന്നെ. ചക്കര മുത്താണേ. കാക്കൂ ഇപ്പൊ വരാം കാക്കൂ. ഇത് റൈസ് റൈസ് ചോറാക്കണം നമുക്ക്. വെച്ചോ, ഇതൊക്കെ മാറ്റട്ടെ. ഇനിയിപ്പോ എത്ര മണിക്കാവുന്നറിയില്ല, കാരണം അവളെ പറ്റിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അവിടെ എത്തി കളിക്കാൻ ആളെ കൊടുത്തിട്ട് വന്നു. ഇതിന് നല്ലപോലെ കഴുകിയിട്ടേ നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. കുറച്ച് പൊടി അഴുക്കൊക്കെ ഉണ്ടെന്നുള്ളത് ഇതില്ല കേട്ടോ, ഒരു ഇല്ലേ ഇല്ല. കേക്കിനൊക്കെ ഉള്ളൂ. കിസ്മിസ് കാണാനില്ല. ഇനി അവൻ വേണ്ടെന്ന് വെച്ചാണെന്ന് അറിയില്ല കേട്ടോ. 208 രൂപയായി കുറേ സാധനങ്ങൾക്ക്. അത് കുറവല്ലേ? എല്ലാം കുറച്ച് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് തന്നെ സാധ്യത. അതൊക്കെ മതിയെന്ന് പറഞ്ഞ് വിട്ടിരുന്നു നമ്മളെന്തായാലും. ഇനി എനിക്ക് കൂടുതലാണ് അരിയായിട്ട് മീൻസ് ഫ്രൈഡ് റൈസ് ആയിട്ട് വരണം. 14 ഫ്രൈഡ് റൈസ് വെച്ചിട്ട്. പക്ഷേ ഫ്രൈഡ് റൈസിന് ഇനി ഇവിടെ ബിസിനസ് എടുക്കണ്ടോ സംശയമുണ്ട്. അതാണ് വാങ്ങിക്കാൻ കേട്ടോ. ഒരു ലൈക്ക് ചെയ്യണേ പ്ലീസ്. കാണാൻ തുടങ്ങുന്നേ ലൈക്ക് ചെയ്താൽ മതി. ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു ലൈക്ക് ഒന്നും ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം. ഹലോ ഹലോ. വീഡിയോ വെച്ചതോ? വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. എന്നിട്ട് യൂട്യൂബിലിടാൻ. ക്യാബേജ് പകുതി എടുക്കാം നമുക്ക്. കുറേ ആയാലും കൊള്ളില്ലല്ലോ. ഇങ്ങനെ അരിയാം അല്ലേ? ഉണ്ടോ? ഈ സൈഡ് വെച്ചിട്ടുണ്ടല്ലോ, അതായത് നമ്മളെ മുറിച്ച ഭാഗം വെച്ചിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നൈസായിട്ട് കിട്ടും. മറ്റേ ഭാഗത്ത് വെച്ചാൽ അങ്ങനെ കിട്ടില്ല നമുക്ക്. കണ്ടോ, കനം കുറഞ്ഞ് വണ്ണം കുറഞ്ഞ് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. പുറം ഭാഗം കൊണ്ട് അരിയണമെങ്കിൽ അത്രയും കിട്ടില്ല. പിന്നെ സൈഡ് വെച്ച് അരിഞ്ഞു പോകണം. അതിൻ്റെ സുഖം ഇതാ, വേഗം വേഗം അരിഞ്ഞ് കഴിയും, പൊടി പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നീളം കൂടുതൽ വേണ്ട ഒന്ന് കുറയ്ക്കാൻ മതി. നമ്മൾ ആദ്യകാലങ്ങളിൽ ഇട്ട വീഡിയോകളിലൊക്കെ ഒരുപാട് ടിപ്പുകളൊക്കെ പറയുമായിരുന്നു. പിന്നെ
എല്ലാം നിർത്തി കുറേ കാലം. യൂട്യൂബൊക്കെ തുടങ്ങിയ കാലം, നമ്മുടെ നാട്ടിൽ തുടങ്ങിയ കാലത്ത് ഏകദേശം വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് സ്ഥിരമായി തുടങ്ങിയിരുന്നെങ്കിലും അത് തുറന്നില്ല. അതിനിടയ്ക്ക് നൂറ് പ്രശ്നങ്ങളും ആവശ്യങ്ങളും അന്ന് നിർത്തിപ്പോയി. വിഷ്ണു ക്യാബേജ് മുഴുവൻ വേണ്ടല്ലോ, കുറച്ച് പോരെ? നീളത്തില് ഉണ്ടാക്കാറുള്ളതല്ലേ. ഇനി അമ്മേ, ഇനി നമ്മുടെ ക്യാരറ്റ് കൂട്ടി തൊലി കളഞ്ഞു, ഇനി കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം അരിഞ്ഞ് തീരാനായി. ക്യാരറ്റ് കുരുകുരാന്നരിയാണ് ഞങ്ങൾക്ക് വേണ്ട കുരുകുരാന്നാക്കാം. ഇവിടെ ഇങ്ങനെ മുമ്പോട്ട് വരിക. അപ്പം നമുക്ക് കുരു 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 വരിക. കാത്തു പിന്നെ മാമയ്ക്കും തരുമോ? ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ മാമയ്ക്കും തന്നെ. കോളിഫ്ലവർ തിളപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, തിളച്ചിട്ടില്ല, അധികം കുറവായിരുന്നു. തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വാങ്ങിയിട്ടാലും മതി, പക്ഷെ ഒന്ന് തിളപ്പിക്കാൻ നന്നായി. അപ്പോൾ നമുക്ക് വറുത്തെടുക്കുന്ന സമയത്തേ കോളിഫ്ലവർ വേണമല്ലോ എന്ന് ചിന്തിക്കണ്ട. കണ്ടോ, പച്ചക്കറി റെഡി. ഇനി അരിയെ ഒന്ന് കഴുകി കുതിരണം, വറക്കണം. എല്ലാവരെയും വഴറ്റി നമ്മൾ മിക്സ് ചെയ്ത് അരി വേവിച്ചാൽ റൈസ് റെഡി. പിന്നെ അവൻ്റെ വകയായിട്ട് കുറേ കൂട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കൂടി ഇന്ന് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല, നോക്കട്ടെ. കൊച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് വരാം. നമ്മൾ വലിയ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഈ ഒരു ക്യാരറ്റ് കഷ്ണം കൂടെ വേഗം അരിയട്ടെ കേട്ടോ. കാത്തുൻ്റെ വീട്ടിലേക്ക് പോയി. കാത്തു കുഞ്ഞിക്കാത്തു. അപ്പം ഇനി എല്ലാ ദിവസവും പാചകം പകുതിക്ക് വെച്ചിട്ടാണല്ലേ. അപ്പോഴേക്കും സമയമായിട്ടുണ്ടാവും, അതാണ് ഈ പ്രശ്നം തന്നെ ഉണ്ടാക്കി വരുമ്പോൾ. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ഓരോന്ന് നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തന്നെ റൈസ് എടുത്ത് ഊറ്റി വെച്ചിട്ട് അതും വഴറ്റിയിട്ട് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ്സിനുള്ള ലെവലിൽ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. പിന്നെ നമ്മുടെ കോളിഫ്ലവറിനെ മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കണം. അത്രയുള്ള പരിപാടി. അപ്പോൾ അത്രയും റെഡിയാക്കിയിട്ട് വരാം. നമ്മുടെ കോളിഫ്ലവർ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മൈദമാവ്, കോൺഫ്ലവർ, കുറച്ച് സോസുകളെല്ലാം കൂടി ഒഴിച്ചിട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ വെജിറ്റബിൾസ് ഉണ്ട്. നമ്മുടെ പച്ചക്കറി വഴറ്റി, കോളിഫ്ലവർ വഴറ്റി, ലാസ്റ്റ് പച്ചക്കറിയും വറുത്ത കോളിഫ്ലവറും എല്ലാം കൂടെ ഒന്നും കൂടെ വഴറ്റി വാങ്ങി വെച്ചിട്ടുണ്ട്. ഒക്കെ റെഡിയാക്കി ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ അരി വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. മാത്രമേ ഉള്ളൂ. പൊരിഞ്ഞു വരും, ഇങ്ങനെ പൊട്ടുമ്പോഴാണ് റെഡിയായി അറിയില്ലേ? വഴിക്ക് പൊട്ടി വരും. ഇവിടെ അല്ല, റെഡിയാക്കി കഴിഞ്ഞിട്ട് മറ്റേ ഇടുമ്പോ റെഡിയാക്കിയ അരി അറിയാതെ പിടിച്ചു പോയി. വേണ്ട, കൈ കൊള്ളു പിടിയും ശീലായോണ്ടേ. താത്ത ഒഴിച്ചാ ഞാൻ മറ്റേ ഉള്ളിൽ ഒഴിച്ചിരുന്നേ. പിന്നെ അരി വറുത്തോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള വെള്ളം തിളപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് വേവിക്കണം.
കളറും അത് കുടിക്ക്. തീ കൂട്ടണേ. മതി മതി തോന്നുന്നു. ആ മതി. അങ്ങനെ ദേ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണുമ്പോൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ റെഡിയായി. അതെ, ഫ്രൈഡ് റൈസ് റെഡിയായി. നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ കയ്യിലൊന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താട്ടോ. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പപ്പടം ഉണ്ട്, പപ്പടം ഇപ്പോൾ എടുക്കണുണ്ടായിരുന്നു. പിന്നെന്താ, നട്ട്സ് ഉണ്ട്. നട്ട്സ് എന്താണെന്നോ ഇപ്പോഴാവും കൊണ്ടുവന്ന് നട്ട്സ് ഇടുന്നത്. എൻ്റെ ചോറ് ഞാൻ കുറച്ച് മാറ്റി വയ്ക്കും. അതായത് മറ്റുള്ളവരുടെ ചോറിലൊക്കെ മുട്ട ചേർത്തിട്ടുണ്ട്. ഞാൻ മുട്ട കഴിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നട്ട്സ് വറുത്ത് മറ്റേ ചോറിൽ മെയിനായിട്ടുള്ളതിലേക്ക് ഇട്ട് കൊടുത്തു. കാരണം കർക്കിടക മാസം ആയതുകൊണ്ട് ഞാൻ നോണൊന്നും കഴിക്കാത്തതാണ്, രാമായണം വായിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നട്ട്സ് വറുത്തിട്ട് ഇതിൽ ബാക്കി ഇരിക്കുന്ന ചോറിലേക്ക് ഇതിലേക്കും കൂടെ കൊണ്ടുവന്ന് ഇട്ട് തന്നതാണ്. നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളുടെ വിഷ്ണുവിൻ്റെ കൈയാണെങ്കിൽ അടിപൊളിയാണ്. എൻ്റെ സമയം 2:30 അപ്പം ഞങ്ങളിത് കഴിച്ചിട്ട് വരട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.